ഹലോ ഗൈസ്, വെൽക്കം ടു ഏരിസ് ആൻഡ് സോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഷിഗല്ല അല്ലെങ്കിൽ ഷിഗലോസിസ് എന്ന രോഗമാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയസിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഷിഗലോസിസ് അല്ലെങ്കിൽ ഷിഗല്ല എന്ന രോഗം. അപ്പോൾ നമ്മളതിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എല്ലാ മഴക്കാലം ഓരോ രോഗമായിട്ട് വരുന്ന പോലെ ഈ മഴക്കാലത്ത് നമ്മൾ പ്രധാന ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഷിഗല്ല. ദിനംപ്രതി ഈ ലക്ഷണങ്ങളുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരുവാണ്. ഈ മാസം ആദ്യം തന്നെ ഒരു കുട്ടി ഇത് ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി ഇതിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. സോ ഷിഗല്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയയാണ്. നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിച്ചാണ് നമ്മളെ രോഗകാരിയാക്കി മാറ്റുന്നത്. ഇത് മറ്റൊരാളിലേക്ക് എങ്ങനെ എത്തും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറയും. ഇപ്പം മലത്തിലൂടെ അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളോ വാട്ടറോ അങ്ങനെ കണ്ടാമിനേറ്റഡ് ആക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി കണ്ടാമിനേറ്റഡ് ആക്കുകയോ അത് നമ്മൾ ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് വഴി മറ്റുള്ളവരിലേക്ക് എത്തുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു പൊതുവിലുള്ള ട്രാൻസ്മിഷൻ രീതി. സോ ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം, അതായത് കഫവും രക്തവും ഉള്ള അല്ലെങ്കിൽ ഇതിൻ്റെ കഫത്തോടും രക്തത്തോടും കൂടിയ വയറിളക്കം ഉണ്ടാവുക, ശക്തമായ വയറിളക്കം ഉണ്ടാവുക, ഛർദി, ക്ഷീണം, ശക്തമായ പനി, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, ഇവയൊക്കെയാണ് ഇതിൻ്റെ ആക്കം കൂട്ടുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അത് മരണകാരണം വരെ ആക്കാൻ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ നിർജ്ജലീകരണമാണ്. പ്രത്യേകിച്ചും ഒരു വയറിളക്കവും ഛർദിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർജ്ജലീകരണത്തിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അത് ശരിക്കും ഒരു മരണത്തിലേക്ക് തന്നെ എത്തിക്കും. അപ്പം ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീക്കൽ ഓറൽ റൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്നതിന് ശേഷം നല്ല രീതിയിൽ കൈ കഴുകാൻ, നമ്മൾ നല്ല രീതിയിൽ സാനിറ്റൈസ്ഡ് ആവാൻ അല്ലെങ്കിൽ കൈ കഴുകാൻ വൃത്തി ശുചിത്വം പാലിക്കുക. ഭക്ഷണത്തിന് മുമ്പ് നല്ല രീതിയിൽ കൈ കഴുകുക. കുഞ്ഞു കുട്ടികളുള്ള വീടൊക്കെയാണ് അവരെ ഡയപ്പർ ഹാൻഡിൽ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കൈ കഴുകാൻ ശ്രമിക്കുക. അതുപോലെ വീടിന് ചുറ്റും പരിസരത്തുള്ള മാലിന്യങ്ങൾ വല്ലാട്ട് വരാതെ അത് പരിസര ശുചിത്വം പാലിക്കാൻ ശ്രമിക്കുക. പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നവരിലൊക്കെ തന്നെ ഇതിനുള്ള സാധ്യത കൂടുകയാണ്. ഇത്തരം രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ കൂടുന്നതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റത്തില്ല. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഭക്ഷണവസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുചിത്വമുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പം നമ്മൾ വീട്ടിലെ കിണറോ ടാങ്കിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ക്ലോറിനേഷനോ സൂപ്പർ ക്ലോറിനേഷനോ ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി അണുവിമുക്തമാക്കാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ എടുക്കുക. നമ്മുടെ ഭക്ഷണങ്ങളാണെങ്കിലും പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് മാത്രം ഉപയോഗിക്കാൻ നോക്കുക. നമ്മുടെ മലിനം അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത വെള്ളങ്ങൾ ഒഴിവാക്കുക. വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ തുറന്നു വെച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഭക്ഷ്യകാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. പേഴ്സണൽ ഹൈജീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പുറത്തും വീടിന് പരിസരവും നമ്മൾ വൃത്തിയാക്കി വയ്ക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ രോഗം ഇപ്പോൾ പകരാൻ എളുപ്പമായിരിക്കുകയാണ്. അപ്പോൾ പകർച്ച സാധ്യത കുറയ്ക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോ അല്ലെങ്കിൽ നമ്മളിലുള്ളവർക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ പൊതുവിലുള്ള സമ്പർക്കം കുറയ്ക്കാം. മറ്റുള്ളവരിൽ ഈ ലക്ഷണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കാം. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്കൂളിൽ കുറച്ച് ദിവസത്തേക്ക് വിടാതിരുന്നാലും വേണ്ടുകയില്ല. ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് പരിഹരിക്കാൻ നോക്കണം. എല്ലാ വയറിളക്കങ്ങളും ഷിഗല്ലയിലോട്ട് എത്തിക്കുമെന്നല്ല. ഇപ്പോൾ ഇതിൻ്റെ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഏതൊരു രോഗത്തെയും പോലെ, ഞാൻ പൊതുവിൽ ഏതൊരു രോഗത്തെ പറ്റിയും പറയുന്നത് പോലെ തന്നെ ഒരു രോഗലക്ഷണം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തേടുക. എത്രയും പെട്ടെന്ന് നമ്മൾ വേണ്ട ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കാനും ഹോസ്പിറ്റലുകളിലേക്ക് പോകാനും അതിന് വേണ്ട ചികിത്സ ഉടനടി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ നോക്കണം. അതിന് വേണ്ട ചികിത്സയ്ക്ക് പ്രാധാന്യം വയ്ക്കണം. നമ്മൾ സെൽഫ് മെഡിക്കേഷൻ നിൽക്കില്ല. നമ്മൾ എന്തെങ്കിലും വയറുവേദന, ഇപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നത് നിൽക്കാനൊക്കെ ഓരോരുത്തർ ഗുളിക വാങ്ങിച്ച് കഴിക്കും. വയറ്റിളൊക്കെ ഒരുപാടാകുമ്പോൾ പിന്നെ നിൽക്കാൻ ഗുളിക സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വയറുവേദന ഉണ്ട് അല്ലെങ്കിൽ നല്ല ശക്തമായ വയറുവേദന ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ വയറുവേദനയ്ക്കും വയറ്റിളക്കത്തിനും ഒക്കെ ഉള്ള മരുന്ന് വാങ്ങിച്ച് കഴിച്ചു എന്നൊരു ഛർദിക്കുള്ള ഗുളിക വാങ്ങിച്ച് കഴിയും. ഇത്തരം സെൽഫ് മെഡിക്കേഷനുകൾ ഒഴിവാക്കുക. ഇതൊരു മരണ കാരണം വരെ എത്തിക്കാൻ പറ്റുന്നൊരു രോഗമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഒത്തിരി പഴകിയ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും ശുചിത്വമുള്ള ഭക്ഷണങ്ങളും ജലവും നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കണം.
വൃത്തിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട്, വയ്യ, ബുദ്ധിമുട്ടുള്ള സമയത്ത് ഏറ്റവും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ മാക്സിമം ശ്രമിക്കണം. പിന്നെ ഷെയർ ചെയ്തുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ വളരെയധികം കുറച്ചിരുന്നാൽ ഇതിൻ്റെ സാധ്യതയും നമ്മൾ രോഗകാരിയാവുന്നതിനല്ലേ, രോഗം പടരുന്നതിനുള്ള സാധ്യത നമുക്ക് നല്ല രീതിയിൽ കുറച്ച് വയ്ക്കാൻ പറ്റും. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒരു തരത്തിൽ സെൽഫ് മെഡിക്കേഷൻ എടുക്കില്ല. പിന്നെ നല്ല തോതിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വയറിളക്കങ്ങളെല്ലാം ഷിഗല്ലയിലോട്ട് എത്തണമെന്നില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഒരു വയറുവേദന ഉണ്ടല്ലേ, വയറ്റിളക്കം ഉണ്ട്, ഛർദ്ദിലുണ്ടെന്നൊക്കെ കാണുമ്പോൾ ആദ്യം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏക സെൽഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത് ORS അല്ലെങ്കിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മളെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ജലം ഉള്ളിലോട്ട് എത്തണം. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നോക്കാം. അത് ORS ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ORS പാനീയങ്ങൾ, ORS നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. നമ്മൾ അതാത് ആരോഗ്യ പ്രവർത്തകരെ അല്ലെങ്കിൽ ആശാ വർക്കർമാരെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കൊണ്ടുവന്ന് എത്തിക്കും. അതുവരെ താമസിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് കാണിക്കാമെങ്കിൽ അവർ അവിടുന്ന് തരുന്നതായിരിക്കും. അപ്പം നമ്മളായിട്ടുള്ള പരീക്ഷണങ്ങളില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി വ്യക്തിശുചിത്വം പാലിക്കുക. ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. അതല്ലാതെ ഒരു പരീക്ഷണം നമ്മൾ നടത്താൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതിനുള്ള വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ വീട്ടിലുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മൾ അറിയുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നോളജിനെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തൊരു അവെയർ ആക്കാൻ ശ്രമിക്കുക. അത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവരെയും രോഗകാരിയാക്കാതെ അല്ലെങ്കിൽ ഒരു രോഗിയാക്കാതിരിക്കാൻ സഹായിക്കുക. അപ്പോൾ ഈ ഇൻഫർമേഷൻ നല്ല രീതിയിൽ പാസ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്താൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു. For such videos, subscribe my YouTube channel.